നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്രായേലും സൗദി അറേബ്യയും തമ്മിൽ ഔദ്യോഗിക നയബന്ധങ്ങൾ ഒന്നും തന്നെയില്ല. എന്നാൽ ഇറാനുമായി ശത്രുതയിലുള്ള ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പൊതുധാരണയുണ്ടാക്കുവാൻ ഇപ്പോൾ അമേരിക്ക ഇടപെട്ടിരിക്കുകയാണ്. ഇതുതന്നെ ഒരു പുതിയ നീക്കത്തിന് പിന്നിലെന്നാണ് എല്ലാവരും കരുതുന്നത്. അതായത് ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേൽ തങ്ങളുടെ പൗരന്മാർക്ക് സൗദി അറേബ്യ സന്ദർശിക്കുവാൻ അനുമതി നൽകിയിരിക്കുകയാണ്. ചില വ്യവസ്ഥകളോടുകൂടിയാണ് ഈ അനുമതി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇവയാണ് ആ വ്യവസ്ഥകൾ. രണ്ട് സാഹചര്യങ്ങളിൽ മാത്രമാണ് സൗദി അറേബ്യ സന്ദർശിക്കുവാൻ അനുമതിയുള്ളൂ. ഹജ്ജ്, ഉംറ കർമ്മം നിർവഹിക്കുന്നതിനോ അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി 9 ദിവസം വരെയോ സൗദിയിൽ സന്ദർശനം നടത്താവുന്നതാണ്. ഇസ്രായേൽ ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മധ്യേഷ്യയിൽ US സമാധാന പദ്ധതി പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പിലായിട്ടാണ് ഇസ്രായേലിന്റെ ഈ തീരുമാനം വന്നതെന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. USന്റെ പദ്ധതിക്ക് സൗദിയുടെ പിന്തുണ തേടിയേക്കും. US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ഇസ്രായേലിലെ പാലസ്തീൻ സമുദായത്തിൽപ്പെട്ടവർ നേരത്തെ സൗദി അധികൃതരുടെ പ്രത്യേക ക്ഷണത്തോടെ സൗദി അറേബ്യ സന്ദർശിച്ചതും വാർത്തയായിരുന്നു. ഇതിന് ഇസ്രായേൽ ഭരണകൂടത്തിന് ഔദ്യോഗിക അനുമതി ഉണ്ടായിരുന്നില്ല. മുമ്പ് ഇസ്രായേലും സൗദി അറേബ്യയും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ നടന്ന സമയത്ത് മദീന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ സംരക്ഷിക്കുവാൻ സൗദി അറേബ്യയ്ക്ക് ഡൊണാൾഡ് ട്രംപ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ നൽകിയേക്കുമെന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. പുതിയ അറബ് ഇസ്രായേൽ കൂട്ടുകെട്ട് വെല്ലുവിളികളെ നേരിടുവാൻ വേണ്ടിയാണ് അമേരിക്കയുടെ അഡ്വാൻസ് ആന്റി മിസൈൽ സിസ്റ്റം സൗദി വാങ്ങുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മിസൈൽ കവചം വിൽക്കുന്നത് സംബന്ധിച്ചുള്ള രേഖകളിൽ ട്രംപ് ഭരണകൂടം ഒപ്പുവെക്കാനും തുനിഞ്ഞിരുന്നു. $10 ബില്യൺ ആയുധങ്ങളാണ് സൗദി അറേബ്യ അമേരിക്കയിൽ നിന്ന് വാങ്ങുവാനായി നീക്കം നടത്തിയത്. നിലവിൽ സൗദിക്ക് വേണ്ട ആയുധങ്ങളും പോർവിമാനങ്ങളും നൽകുന്നത് അമേരിക്കയാണ്. സൗദി ഇപ്പോൾ ഉപയോഗിക്കുന്ന മിസൈൽ കവചവും അമേരിക്ക തന്നെയാണ്. F-15 പോർ വിമാനങ്ങൾ വാങ്ങുവാനും സൗദിക്ക് പദ്ധതി ഉണ്ടായിരുന്നു. അമേരിക്കയുടെ പ്രധാന മിസൈൽ കവചമായ താഡിനൊപ്പമുള്ള C2BMC സോഫ്റ്റ്വെയർ സിസ്റ്റവും വാങ്ങിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. താഡിന്റെ നിയന്ത്രണം സാറ്റലൈറ്റ് സോഫ്റ്റ്വെയർ വഴിയാണ്. നിലവിൽ അമേരിക്കയ്ക്ക് പുറമെ UAE, തുർക്കി, ദക്ഷിണ കൊറിയ മാത്രമാണ് താഡ് മിസൈൽ കവചം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. താഡ് അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ ദൂരപരിധി 150 കിലോമീറ്ററാണ്. പാഞ്ഞു വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ ഉൾപ്പെടെ ഇത് നശിപ്പിക്കും. ശത്രു മിസൈലിന്റെ സ്ഥാനവും അത് പതിക്കുന്ന ഇടവും കണ്ടെത്തുന്നതിന് താഡ് സംവിധാനത്തിലെ റഡാറാണ് എന്ന പ്രത്യേകതയുണ്ട്. എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ നിയമം ഒരുപാട് ജനങ്ങൾക്കാവും സഹായകമാവുക. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.